റോബിൻ ബസിന്റെ അടിയിൽ പോയി ചെക്ക് ചെയ്യുന്ന MPD എവിടെ? നിരവധി യാത്രക്കാരുമായി കുളത്തുപുഴയ്ക്ക് പോകുന്ന ബസ് നിയന്ത്രണം വിട്ട് അമിത വേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറയുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. പക്ഷേ ആക്രി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ബസ് ടയറുകളാണ് ഉപയോഗിക്കുന്നത്. ആക്രി വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല. ഇത്തരത്തിലുള്ള ചെങ്കുത്തായ ചെരുവിലൂടെ കടന്നു വരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിച്ച അപകടം നടന്നില്ലെങ്കിൽ അത് അത്ഭുതമായി മാറും. ആര് പരിശോധിക്കാൻ KSRTC? ആര് പരിശോധിക്കാൻ KSRTC? ആരും പരിശോധിക്കത്തില്ല. പ്രൈവറ്റുകാരോ റോബിൻ ബസ്സോ ഉണ്ടെങ്കിൽ മറ്റേ ഒക്കി നോക്കി പരിശോധിക്കും. അടി കീറി എഴിഞ്ഞു. ഹലോ, ആരാണ്? ഞാൻ KSRTC-യിലെ നട്ട് ഊരുവാ. നട്ട് KSRTC മെക്കാനിക്കാണോ? മെക്കാനിക്കാ. ഈ ഗ്രീസ് ഒന്നും അടിക്കാത്ത എന്താ നിങ്ങള്? ഫീസ് അടിക്കുന്നുണ്ടല്ലോ. എപ്പം? വർഷത്തിൽ ഒരു തവണ. വർഷത്തിൽ ഒരു തവണയാണ് ഫീസ് അടിക്കുന്നത്. ഈ പിന്നെ ഈ ഗണേഷ് കുമാർ പറയുന്ന വികസനം ഉണ്ടെന്നൊക്കെയാണല്ലോ. വികസനം കണ്ടില്ലേ സാറേ? കാണേ. ഓ, ഇതാണോ വികസനം? ഇതിപ്പോ എന്തൊരു ടയറാ? ഇത് KSRTC ടയറാ. ആകെ ഒരു നട്ട് ഉള്ളായിരുന്നു, അതാണ് അടിച്ചു മാറ്റുവോ. അതും അടിച്ചു മാറ്റുവാണോ? അല്ല, അതിപ്പോ നട്ട് വേണ്ടേന്നോ? നട്ടില്ലാതെ ഓടിക്കോളൂ. ഞങ്ങൾ അങ്ങനെയൊക്കെയാ. ഇതാണ് വികസനം. KSRTC-യുടെ വികസനം ഇതാണ്. കാരണം പ്രൈവറ്റ് വണ്ടിയിലെ ആമാശയം മുതൽ മൂത്രസഞ്ചി വരെ അഴിച്ചു നോക്കും. MPD മാമന്മാര്. ഈ MPD മാമന്മാർ ഇപ്പൊ ഇത് കാണുന്നില്ല. ഗണേഷ് ഇത് കാണുന്നില്ലേ? കാണത്തില്ല. എന്തേ, ഉറങ്ങുവാന്നോ?